कंठन केरल में जो दलित संगठन है KPMS उसका अध्यक्ष है और उसके महामंत्री है TV बाबू और उनके साथ जो दो इस प्रतिनिधिमंडल में जो आए हैं श्री प्रसाद और श्री शशि कुमार। मैं प्रदेश अध्यक्ष हूँ केरल का मुरलीधर। नमस्कार, मैं NK Neelakandan Master, President Kerala Prayer Mahasabha KPMS from Kerala, and together with me my General Secretary Sri Babu. Sir, so today we met the Honorable National President of BJP, Sri Amit Ji, and we had a discussion about the reservation of SC/STs in India. So nowadays he heard that from some corners, some people are trying to include some other communities and castes in the list of SC and ST in the national levels and in the state wise. So we discussed about the difficulties of such action. Said that the SC reservation should be limited to those who are subject to the evil practice of untouchability. So in our constitution, we said the untouchability is a punishable offence. And after 68 years, from some corners of our country, they are arguing to include their names in the list of untouchable peoples. So we said it is to be stopped by the government because it is going to lose a lot of for the existing SC and SCs. And we have discussed about the monument of Mahatma Ayyangale. He was a prominent Renaissance leader of Kerala. So we have submitted a project worth 37.5 CR, and this monument should be a national monument of Mahatma Ayyangale, the Renaissance movement. And also we discussed about the reservation in private sector as well as in the aided education institutions. And the reservation should be maintained in the two sectors also. And we have discussed about the job, the land and housing of scheduled caste and scheduled tribe people. And we discussed about the Justice Ranganath Mishra Commission report to be rejected. And regarding all these, our grievances, our Honorable President responded positively. He promised us to implement all our requests. Thank you. Any question? आपको Question? മലയാളത്തിൽ പറയണം. ഞങ്ങളിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട BJPയുടെ അധ്യക്ഷൻ ശ്രീ അമിത് ജിയുമായി ഒരു ചർച്ച നടത്തി. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ പട്ടികജാതി സംഘടനയായ KPMSൻ്റെയും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന രണ്ട് മറ്റ് അസോസിയേഷനുകളായ BPMSൻ്റെയും പട്ടികജാതി ഏകോപന സമിതിയുടെ നേതാക്കളാണ് അദ്ദേഹത്തെ കണ്ടത്. പ്രധാനമായും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മഹാത്മാ അയ്യൻകാളി എന്ന നവോത്ഥാന നായകൻ്റെ 110 വർഷം പഴക്കമുള്ള കേരളത്തിലെ ഇടതുവലത് മുന്നണികൾ തിരസ്കരിച്ച അദ്ദേഹത്തിൻ്റെ സ്മാരകവും അദ്ദേഹം 110 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച സ്കൂളും ദേശീയ നവോത്ഥാന പൈതൃക സമ്പത്തായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ മോഡിജിക്ക് ഒരു നിവേദനം കൊടുത്തിരുന്നത്. അത് ഈ വരുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ 29-ാം തീയതി, ഈ മാസം 29-ാം തീയതി അതിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് ആ പ്രോജക്റ്റ് അംഗീകരിച്ചതിനെ സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് നമ്മുടെ റിസർവേഷനെ സംബന്ധിച്ചാണ്. അത് റിസർവേഷൻ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന റിസർവേഷൻ ഇന്ത്യയിൽ അയിത്തം അനുഭവിച്ച് അയിത്തത്തിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വിട്ടുപോയ ജനവിഭാഗങ്ങളെ
മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ റിസർവേഷൻ പോളിസി ഏർപ്പെടുത്തിയത്. എന്നാൽ നമ്മൾ ഭരണഘടന 17-ാം വകുപ്പിൽ അയിത്തം കുറ്റകരമാണെന്ന് പറഞ്ഞുകൊണ്ട് 68 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഞങ്ങളെയും കൂടി അയിത്ത ജാതിക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിലവിലുള്ള സംവരണം പങ്കുവയ്ക്കണം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർന്നു വരുന്നുണ്ട്. അത് നിലവിലുള്ള സംവരണം അനുഭവിക്കുന്നവർക്ക് ദോഷകരമാണ്. അതിൻ്റെ കാരണം ഒരു PSC എക്സാമിനേഷൻ, UPSC എക്സാമിനേഷൻ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നേക്കം നിൽക്കുന്നവരും വളരെ താഴെ നിൽക്കുന്നവരും തമ്മിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും മുന്നോക്കം നിൽക്കുന്നവർ ആ സീറ്റുകൾ കൊണ്ടുപോകും. അതുകൊണ്ട് ഈ പട്ടികജാതിക്കാരുടെ ലിസ്റ്റിൽ ഇനി ഒരു സമുദായത്തെയും അയിത്തത്തിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ജാതിക്കാരെയും ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ സ്വകാര്യ മേഖലയിലെ സംവരണവും കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന പൂർണ്ണമായി ശമ്പളവും പെൻഷനും എല്ലാം കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് സംവരണമില്ല. അതുകൊണ്ട് അവിടെ സംവരണം ഏർപ്പെടുത്തുന്നതിന് ഗവൺമെൻറ് മുൻകൈ എടുക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പട്ടികജാതിക്കാരുടെ തൊഴിലില്ലായ്മയും അവരുടെ ഭൂമിയുടെ രാഷ്ട്രീയവും ഭൂമി പ്രശ്നവും അതുപോലെ ഹൗസിങ്ങിനെ സംബന്ധിച്ചുമൊക്കെ ഞങ്ങൾക്ക് കുറേ നിർദ്ദേശങ്ങളുണ്ട്. അദ്ദേഹവുമായി ഞങ്ങൾ പങ്കുവച്ചു. കൂടാതെ മിഷ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് പറയുന്ന മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പോസിറ്റീവായിട്ടാണ് ഞങ്ങളോട് പ്രതികരിച്ചത്. ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കി തരുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ഉൾപ്പെടുത്തരുത്. ഇപ്പോൾ വരുന്ന സമുദായങ്ങളെ ഒരു കാരണവശാലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുത്. അതാണ് അനർഹരായിട്ടുള്ളത്. അത് അർഹരല്ലല്ലോ. അയിത്തമുള്ള കാലത്ത് അയിത്തത്തിൻ്റെ കെടുതികൾക്ക് ഇരയായവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയതാണ് ഈ റിസർവേഷൻ. ഈ റിസർവേഷൻ അപ്പുറത്തേത് ഒരു പ്രിവിലേജാണ്. അതിനകത്തേക്ക് അതിനേക്കാൾ ഉയർന്ന ആളുകളെ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥ പട്ടികജാതിക്കാരുടെ അവകാശങ്ങൾ വരുന്നവർ ഒന്നിച്ചു കൊണ്ടുപോകും. അതുവഴി ഈ സെക്ടർ ഒരിക്കലും രക്ഷപ്പെടാത്ത വിധത്തിൽ താഴ്ന്നു പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് വേറെ ഏതെങ്കിലും സെപ്പറേറ്റ് സ്ലോട്ട് ഓഫ് റിസർവേഷൻ ഷാൽ ബി പ്രൊവൈഡ് ആസ് പെർ ദി സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അൺടച്ചബിലിറ്റി ആയിരുന്നു കാരണം. അടിച്ചമർത്തപ്പെട്ട ജനത, അടിമകളാക്കപ്പെട്ട ജനത, വിൽപ്പനയ്ക്ക് ഇരയായ മനുഷ്യർ, ഇതൊക്കെയായിരുന്നു അന്നത്തെ അൺടച്ചബിലിറ്റി. ഇന്ന് നമ്മൾ കാണുന്നത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയല്ല റിസർവേഷൻ. ഇപ്പോൾ ഇതൊക്കെ അടിച്ചെടുത്ത് കൊണ്ടുപോവാണ്. ഇവിടെ 2 MP-മാരും ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ ഹിന്ദു ഫോൾഡിൽ നിന്ന് ക്രൈസ്തവ ഫോൾഡിൽ പോയി വീണ്ടും തിരിച്ചു വന്ന് ഈ MP സ്ഥാനം ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ അടിച്ചെടുത്ത് പോയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന്. അവരവിടെ പോയി വാദിക്കുന്ന പള്ളിക്ക് വേണ്ടിയാണ്, ഞങ്ങൾക്ക് വേണ്ടിയല്ല. അത് ഞങ്ങൾക്ക് കനത്ത നഷ്ടമാണ്. അത് ഒരിക്കലും ക്ഷമിക്കാനും സഹിക്കാനും ഞങ്ങൾക്കാവില്ല. ഭരണഘടനയിൽ റിസർവേഷൻ ഉണ്ടാക്കിയെടുത്തെന്ന് വെച്ചാൽ അയിത്തത്തിൻ്റെ പേരിൽ വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസം ചെയ്യാനോ അല്ലെങ്കിൽ റോഡ് നടക്കാനോ പറ്റാതെ മാറി നിന്ന ഒരു സമൂഹത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നേ ഇന്ന വിഭാഗങ്ങളാണ് അയിത്തം അനുഭവിച്ചെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ ഇപ്പം ചില പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ദളിത് ക്രൈസ്തവരോട് ഇതിലേക്ക് കടന്നു വരിക. ദളിത് ക്രൈസ്തവർക്ക് ഈ അയിത്തം നടന്നിരുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുമായിരുന്നു, നല്ല വസ്ത്രം ധരിക്കാൻ കഴിയുമായിരുന്നു, റോഡിൽ കൂടെ നടക്കാൻ സാധിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോഴത്തെ പട്ടികജാതിക്കാർക്ക് ഇതിനൊന്നും അവകാശമില്ല. അതുകൊണ്ടാണ് അവരിതിന് അർഹരല്ലെന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമായും ദളിത് ക്രൈസ്തവരെ മാത്രമല്ല, ദളിത് മുസ്ലിമുകൾ ഇപ്പോൾ ഒരു ദളിത് എന്നുള്ള ഒരു നാമകരണം സ്വന്തം വംശത്തിൻ്റെ മുമ്പിലിട്ടാൽ ഷെഡ്യൂൾ കാസ്റ്റിലേക്ക് കടന്നു വരാനുള്ള ഒരു ഓപ്പണിംഗ് ആയി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഭാഷാ ശൈലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ എന്താ പറയുക, അസംഘടിത പട്ടിക വിഭാഗം അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ അവർക്ക് അതിന് മാത്രം കഴിയുന്നില്ല. കേരളത്തിലാണെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ ഓർഗനൈസ്ഡ് ഫോമിനെ എല്ലാവരും എതിർക്കായിരുന്നു. ആരും സംഘടിക്കാൻ അനുവദിച്ചിട്ടില്ല. KPMS പോലുള്ള അപൂർവം സംഘടനകൾ മാത്രമാണ് കേരളത്തിൽ ഇന്നും ഓർഗനൈസ് ചെയ്ത ഒരു ഫോമിലേക്ക് അതിൻ്റെ 50%, മോർ ദാൻ 50% ഇപ്പോഴും അസംഘടിതരാണ്. മൊത്തം 103 ജാതികളുണ്ട്. അതിൽ 9 ജാതികൾ മാത്രമേ കേരളത്തിൽ ഷെഡ്യൂൾ കാസ്റ്റ് സംഘടിച്ചിട്ടുള്ളൂ. അവരെ അസംഘടിതരായിട്ട് നിലനിർത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്നും ഞങ്ങൾക്കെതിരെ വെച്ചു പുലർത്തുന്ന അയിത്തമുണ്ട്. ആ അയിത്തത്തിനെതിരായ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ BJP ഓഫീസായിട്ടുള്ള ഇവിടേക്ക് ഞങ്ങളെ വരാൻ നിർബന്ധിച്ചത്. അതുകൂടി നിങ്ങൾ ചേർത്ത് വായിക്കണം.
ഇതിന്റെ അപ്പുറം ഈ രണ്ട് രംഗത്തപ്പുറം ഈ സമുദായ നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ബി ജെ പി ദേശീയ സെക്രട്ടറി തുടർച്ചയായിട്ട് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം എന്തെങ്കിലും ചർച്ച ചെയ്യും? ഇല്ല, ഞങ്ങളിപ്പോൾ രാഷ്ട്രീയമൊന്നും ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ നോക്കുന്നത് നഷ്ടത്തിന് ഞങ്ങളിനി ഇല്ല. ഞങ്ങൾ ലാഭം കിട്ടുന്നത് നോക്കും. എവിടെയാണോ ലാഭം ഉണ്ടാവുക, ആരാണോ ലാഭം തരിക, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കും. ഞങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് എവിടെ പതിക്കണമെന്ന് ഞങ്ങൾ അപ്പോൾ തീരുമാനിക്കും. ഞങ്ങൾ പറഞ്ഞാലും അനുസരിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് ഒരു പരിധി വരെ ചില സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള ഫോഴ്സ് ഞങ്ങൾക്കും ഉണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ബിലോ 50,000 കേരളത്തിൽ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ പെർസെൻറ്റേജ് പാർലമെൻറ്റ് സീറ്റിൽ. അസംബ്ലി മണ്ഡലത്തിൽ ഏതാണ്ട് 25-നും 40-നും ഇടയ്ക്കാണ്. ആ 25-നും 40-നും ജയിക്കുന്നത് 1000-നും 6000-നും ഇടയ്ക്കാണ് ആവറേജ്. അതിലേത് സ്ഥാനാർത്ഥിയെ വേണമെങ്കിലും പരാജയപ്പെടുത്താൻ പറ്റും. ഞങ്ങൾക്ക് പരാജയപ്പെടുത്താൻ ഷുവറുള്ള ചില സ്ഥാനാർത്ഥികളുണ്ട് താനും. അതുകൊണ്ട് അവർ അൺടച്ചബിലിറ്റി ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന കാലത്തോളം അതിനെ മറികടക്കാൻ ആവശ്യമായ ഒരു നിലപാട് തറയിൽ ഞങ്ങൾ നിൽക്കും.